ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു CC ജയനിൽ നിന്ന് 19 ലക്ഷത്തിലധികം പണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഫെന്നി നൈനാൻ കൊണ്ടുവന്ന പെട്ടിയുമായി ബന്ധപ്പെട്ട് അതിൽ പണമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിരുന്നല്ലോ. അത് കുറച്ചുകൂടി നടന്നിട്ടുണ്ട് എന്ന വാർത്തകളാണിപ്പോൾ ഇത്തരം പണം പിടിച്ചെടുക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തമായി വരുന്നത്. ഇപ്പോൾ പാലക്കാട്ടിൽ കൊണ്ടുവന്ന പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും കോൺഗ്രസ് എത്തിച്ചിട്ടുണ്ട്. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അതിലൂടെ മാത്രമേ ഇത് വ്യക്തമാക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല, ഈ പിടിച്ച വ്യക്തി CC ജയനുമായി ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ കൗൺസിലറിൻ്റെ നല്ല ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഇദ്ദേഹത്തിലൂടെ പാലക്കാട് വന്ന പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും എത്തിച്ചിട്ടുണ്ട് ആവാനാണ് ഇടയുള്ളത് എന്ന് സംശയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി വ്യക്തത വരുത്തി വസ്തുതാപരമായ കാര്യങ്ങൾ തെളിയിക്കപ്പെടണം എന്നതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും BJPയും ചേർത്തിരിക്കുകയാണ്. വ്യാപകമാണത്. ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും BJPയും ചേർത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തിയതിൻ്റെ ഒരു തെളിവാണ് ബൂത്ത് നമ്പർ 177. ബൂത്ത് നമ്പർ 177 ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത 37 വോട്ടർമാരെയാണ് ചേർത്തിയിട്ടുള്ളത്. 177. ഈ 37 വോട്ടർമാർ ആ ബൂത്തിലുള്ളവരെയല്ല. അപ്പോൾ മറ്റേതോ പ്രദേശത്ത് നിന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തിരിക്കുന്നു. കോൺഗ്രസും BJPയും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ചേർത്തിയതായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ട്. ഇത് മുഴുവൻ ഈ വോട്ടർമാർ മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് മണ്ഡലങ്ങളിലും വോട്ടർമാരായിട്ടുള്ളവരെ വ്യാജമായി ഇവിടെ ചേർത്തിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല. അത് അനുവദിക്കാൻ പാടില്ല. നിയമപരമായി പരിശോധിക്കപ്പെടണം. നിർബന്ധമായും ആ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമ നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം. അങ്ങനെ ആയിരക്കണക്കിന് വോട്ടർമാർ വ്യാജ വോട്ടർമാരെ ചേർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. വ്യാജ ID കാർഡ് നിർമ്മിച്ച നല്ല പരിചയസമ്പന്നനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് UDFൻ്റെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അതിശയോക്തിപരമല്ല. നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. സ്വാഭാവികമായും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട് എന്ന് ആശങ്കപ്പെട്ടത്
വ്യക്തമാകുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടർമാരെ ചേർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മരിച്ചുപോയ ആളുകളെ അവരുടെ പേരിൽ പോലും ഇത്തവണ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ആ രൂപത്തിലുള്ള വ്യാജ വോട്ടർമാരെ ഉണ്ടാക്കിയെടുത്ത് പാലക്കാട് മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ UDFും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നത്.